നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഇനി ജോലിയില്ല, എല്ലാവരെയും പിരിച്ചുവിട്ടു. കടുത്ത തീരുമാനങ്ങളുമായി ഗൾഫ് രാജ്യം. മുനിസിപ്പാലിറ്റിയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ജോലി ചെയ്യുന്നവർ, അഫിലിയേറ്റഡ് ഡയറക്ടറേറ്റുകളിൽ ജോലി ചെയ്യുന്ന നിയമോപദേശികൾ തുടങ്ങിയവരെയാണ് കുവൈറ്റ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ്, നിയമം എന്നിവയിലും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയിൽ ചെയ്യുന്നവരെയും ഇത് ബാധിക്കും. പ്രവാസികളുടെ സേവനം അടുത്ത 3 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച മന്ത്രിതല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം ജോലികൾ ചെയ്യാൻ കഴിവുള്ള നിരവധി സ്വദേശികളാണ് രാജ്യത്തുള്ളതെന്നും അതിനാലാണ് പ്രവാസികളെ പിരിച്ചുവിടണമെന്നുമാണ് അൽ അൻബ പത്രത്തിൽ വന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്വദേശീവൽക്കരണം നടപ്പാക്കുന്നതിനായി കുവൈറ്റ് നടപടികൾ ആരംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച കൂടി അവധി നൽകി ദുബായ് വേനൽക്കാലങ്ങളിൽ ജോലി സമയം 7 മണിക്കൂർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ മാസം 12 മുതൽ 30 വരെ നടപ്പാക്കും. വേനൽക്കാലങ്ങളിൽ ദുബായിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി സമയം 7 മണിക്കൂറായി കുറയ്ക്കുന്നതിനുള്ള പൈലറ്റ് സംരംഭം പ്രഖ്യാപിച്ചു അധികൃതർ. എമിറേറ്റിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ പൂർണ്ണമായും അവധി നൽകുന്നത് സംബന്ധിച്ചും ആലോചനയുണ്ട്. ഈ മാസം 12 മുതൽ സെപ്റ്റംബർ 30 വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുമെന്നാണ് ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ DGHR ബുധനാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർ ഫ്ലെക്സിബിൾ സമ്മർ എന്ന് പേരിട്ടിരിക്കുന്ന സംരംഭം ആദ്യഘട്ടത്തിൽ 15 സർക്കാർ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കും. നിലവിൽ എമിറേറ്റിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കും ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും വെള്ളിയാഴ്ച പകുതി ദിവസവുമാണ് അവധി. പുതിയ സംരംഭം പ്രഖ്യാപിക്കുന്നതിലൂടെ വരുന്ന 7 ആഴ്ചകളിൽ വാരാന്ത്യങ്ങളിൽ 3 ദിവസം ജീവനക്കാർക്ക് അവധി ലഭിക്കും. മലയാളികൾക്ക് UAEയിൽ 5000 ദിർഹം ശമ്പളത്തോടെ മികച്ച തൊഴിലവസരവും വിവിധ ആനുകൂല്യങ്ങളും. കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപെക് വഴി UAEയിലെ വ്യവസായ മേഖലയിലേക്ക് പുരുഷ നഴ്സുമാർക്ക് ജോലിക്ക് അവസരം. നഴ്സിംഗ് ബിരുദവും ICU, എമർജൻസി, അർജന്റ് കെയർ, ക്രിട്ടിക്കൽ കെയർ, ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് എന്നീ മേഖലകളിൽ ഏതെങ്കിലും 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 5000 ദിർഹമാണ് പ്രതിമാസം ശമ്പളം. വിസ, എയർ ടിക്കറ്റ്, താമസ സൗകര്യം, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ സൗജന്യമായിരിക്കും. പ്രായപരിധി 40 വയസ്സിന് താഴെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്. DOH ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, പാസ്പോർട്ട് എന്നിവ gcc@odepec.in എന്ന ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ്. 2024 ഓഗസ്റ്റ് 10 മുമ്പായി അപേക്ഷകൾ നൽകണം. ചുരുങ്ങിയ ദിവസത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വാഹനം പാർക്ക് ചെയ്ത് പോയി വരാം. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇനി യാത്രക്കാർക്ക് അവരുടെ വാഹനം സ്വയം പാർക്ക് ചെയ്ത് പോയി വരാം. ഈ മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ടെർമിനൽ 1 കാർ പാർക്കിംഗ് ബിയിലും 2, 3 ടെർമിനലുകളിലും സൗകര്യം ലഭ്യമാണ്. 3 ദിവസത്തേക്ക് 100 ദിർഹം മാത്രമാണ് പാർക്കിംഗ് ഫീസ്. 7 ദിവസത്തേക്ക് 200 ദിർഹം, 14 ദിവസത്തേക്ക് 300 ദിർഹം എന്നിങ്ങനെ നിരക്ക് നൽകിയാൽ മതി. പാർക്കിംഗ് സ്ഥലം നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചുരുങ്ങിയ ദിവസത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കും മറ്റുമാണ് ഇത് ഏറെ ഗുണപരമാകുക. നിലവിൽ ഇത്തരത്തിൽ യാത്രക്കാരന് പാർക്ക് ചെയ്തു പോകാനുള്ള സംവിധാനമില്ല. ഡ്രൈവറോ ബന്ധുക്കളോ എയർപോർട്ടിൽ എത്താറാണ് പതിവ്. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ്. പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് UAE. ജപ്പാനിൽ ഇന്ന് റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് പുറപ്പെടുവിച്ച സുനാമി മുന്നറിയിപ്പിന് പിന്നാലെ ജപ്പാനിൽ താമസിക്കുന്ന തങ്ങളുടെ പൗരന്മാർക്ക് UAE മുന്നറിയിപ്പ് നൽകി. മിയാക്കി പ്രിഫെക്ചറിലെ തീരപ്രദേശങ്ങളുമായി ബാധിച്ചേക്കാവുന്ന ഉയർന്ന വേലിയേറ്റത്തെ തുടർന്ന് ജാഗ്രത പാലിക്കാൻ ടോക്കിയോസിലെ UAE എംബസി പൗരന്മാരോട് നിർദ്ദേശിച്ചു. അധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും എംബസി ഊന്നി പറഞ്ഞു. ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ പൗരന്മാർക്ക് 0097180024 അല്ലെങ്കിൽ 009718004444 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 10 നാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുന്നു. വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയയപ്പ് നൽകും. സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും. എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു. സൈന്യത്തിന്റെ 500 അംഗ സംഘമാണ് മടങ്ങുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ. അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലം മെയിന്റനൻസ് ടീം പ്രദേശത്ത് തുടരും. ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും. ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
നൽകി.